നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഭാഗം 9. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം ഭാഗം 9. ഇന്ന് ഭാഗവത മഹാത്മ്യത്തിൻ്റെ 1-ാം അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. 9-ാമത്തെ ശ്ലോകം: ഭക്ത്യോഘവർദ്ധനം യശ്ച കൃഷ്ണസന്തോഷഹേതുകം തത് അഹം തേ അഭിധാസ്യാമി സാവധാനതയാ ശൃണു. ഭക്ത്യോഘവർദ്ധനം യശ്ച കൃഷ്ണസന്തോഷഹേതുകം തത് അഹം തേ അഭിധാസ്യാമി സാവധാനതയാ ശൃണു. അതിൻ്റെ ഒരു സാമാന്യ അർത്ഥം മലയാളത്തിൽ സാമ്യമുണ്ട്. ഭക്തി വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഭക്തി വർദ്ധിച്ചാൽ അതെന്തായിരിക്കണം? കൃഷ്ണസന്തോഷഹേതുകം, കൃഷ്ണന് സന്തോഷം ഉണ്ടാകാനുള്ള കാരണമായി തീരണം. തദഹം തേ അഭിദാസ്യാമി സാവധാനതയാ ശൃണു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കേട്ടാൽ പോരാ, മെല്ലെ സാവകാശം കേട്ട് മനസ്സിലാക്കണമെന്ന് നമുക്ക് ഊഹിക്കണം. പക്ഷെ ഞാനങ്ങനെ തള്ളിടില്ല. അതിൻ്റെ പദം അർത്ഥം നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ യത്ത് ച അങ്ങനെയാണ്. സംസ്കൃതത്തിലെ ഓരോ വാക്ക് അങ്ങനെയല്ല, വാക്കിൻ്റെ ഒപ്പം ഏത് നിൽക്കും വാക്ക്, അതിനർത്ഥം പറയാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ഈ ചില്ലക്ഷരങ്ങൾ ഒപ്പം നിൽക്കണം. അപ്പോൾ യത്ത് ച, യാതൊന്ന് തന്നെ ഭക്തിയോഗവർദ്ധനം, ഭക്തിപ്രവാഹത്തെ വർദ്ധിപ്പിക്കുന്നതും, ഭക്തി വർദ്ധിക്കണമെന്നല്ല, ഭക്തി പ്രവാഹത്തെ എന്നാ. അപ്പോൾ ഒരണക്കെട്ട് മാതിരി നമ്മുടെ കയ്യിലുണ്ടാവണം. ഭക്തിപ്രഭാവത്തെ വർദ്ധിപ്പിക്കുന്നതും കൃഷ്ണസന്തോഷഹേതുകം, കൃഷ്ണപ്രീതി കാരണവുമായിരിക്കുന്നതേതോ അത്. കൃഷ്ണന് പ്രീതി ഉണ്ടാകുന്ന, സന്തോഷം എന്നുള്ളതിന് രണ്ടർത്ഥം പറയണം. ഒന്ന് ദ്വന്ദ്ം സന്തോഷം, ദുഃഖം സന്തോഷം, സുഖം ദുഃഖം എന്നുള്ള അർത്ഥത്തിൽ വരും. സന്താപം സന്തോഷം സന്താപം. പക്ഷേ ഇത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ സന്തോഷം എന്തിനു നിൽക്കും? പ്രീതികരായിട്ട്. പ്രീതികരെന്ന് പറഞ്ഞാൽ എഗെയിൻ ഞാൻ പറയാം, മറ്റുള്ളവർക്ക് സന്തോഷത്തെ ജനിപ്പിക്കുന്നതാണ് പ്രീതികരം. അതാണ് യശസ് ഉണ്ടാക്കുള്ളൂ. എനിക്കെന്നും എൻ്റേതെന്നുമുള്ള ധാരണയിൽ പ്രവർത്തിക്കണേന് മമത എന്ന് പറയും. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയും. അത് ശ്രേയസ്സല്ല, പ്രേയസ, നശിക്കണതാ. പ്രേയസി, ഭാര്യയ്ക്ക് പ്രേയസി എന്ന് പറയും ഇല്ലേ? അവൾ നശിക്കണതാണ്. കാരണം ജനിച്ചതൊക്കെ നശിക്കും, ഉണ്ടായതൊക്കെ നശിക്കും. എന്നാൽ കീർത്തി അങ്ങനെയല്ല. കീർത്തി സന്തോഷഹേതുകം. ശ്രീകൃഷ്ണ അത് കൃഷ്ണ സന്തോഷഹേതുകാണ്. അപ്പോൾ എന്തൊക്കെ ഡിവൈനാണോ അതൊക്കെ അനശ്വരാണ്. എന്തൊക്കെ ഡിവൈൻ അല്ല, അല്ലെങ്കിൽ ലൗകികമാണ്, മെറ്റീരിയലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയും, അതൊക്കെ നാശമാണ്. അപ്പോൾ പറഞ്ഞു, തത്ത് അതിനെ, അഹം ഞാൻ, തേ അങ്ങയോട്, അഭിദാസ്യാമി എന്ന് പറഞ്ഞാൽ അഭിദാനം ചെയ്യുന്നേൻ എന്ന് പറഞ്ഞാൽ അഭ്യർത്ഥിക്കണം. എന്തിന്? സാവധാനതയാ, ശ്രദ്ധയോടുകൂടെ ശൃണു, ശ്രദ്ധയോടുകൂടെ ശ്രവിച്ചാലും. ഇതാണ് വാക്കുകളുടെ അർത്ഥം പറയാം. അപ്പോൾ അതിൽ വലിയ ഒരു ഭാവാർത്ഥം പറയാനില്ല. ഈ പറഞ്ഞതൊക്കെ തന്നെയുള്ളൂ. ഏത്? ഭക്തിയെ നിരന്തരം വർദ്ധിപ്പിക്കുന്നതായിരിക്കണം എന്നാ. ഭക്തിയെ നിരന്തരം വർദ്ധിപ്പിക്കുന്നതും ശ്രീകൃഷ്ണ പ്രീതിയെ ജനിപ്പിക്കുന്നതുമായ തത്വം യാതൊന്നോ, ആ തത്വം എന്നുള്ളത് വരടണം. തത്വം, ഇതൊക്കെ തത്വമാണ്, ഭാഗവത തത്വമാണ്. ശ്രീയുത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഐശ്വര്യവതി. ഒരു സ്ത്രീനെ കണ്ടാൽ മുഖത്തിന് സ്ത്രീയുത്വമുണ്ട്. സ്ത്രീയുത്വമല്ല, ശ്രീ ശ്രീ ശ്രീ
പിന്നെ ശ്രിയ എന്നുള്ളത് ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം. അതിപ്പോൾ പല്ല് പൊന്തിയാലും ശരി, കോങ്കണ്ണാണെങ്കിലും ശരി, അത് വേറെ കാര്യം. ശ്രീക്കൊരു ഐശ്വര്യമുണ്ട്. ഐശ്വര്യമുണ്ടോ? ചെയ്യുന്ന കാര്യങ്ങൾ പ്രീതികരാണോ? ഐശ്വര്യമായി. മനസ്സ് ക്ലീനാണോ? ഐശ്വര്യമായി. നേർച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്, ശരീരത്തിന് മുഖത്തിന് ഭംഗിയുണ്ട്, ആരേനെ അട്രാക്റ്റ് ചെയ്യും. പക്ഷേ മനസ്സിൽ കറുപ്പ് നിറാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കറുപ്പിന് 7 അടക്, അത് ശരീരത്തിനാണ്. പക്ഷേ ഉള്ളിലെ കറുപ്പ് കൂടിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം മമത എപ്പോഴും നമ്മളെ എത്തിക്കുക, ഈശ്വരനിൽ നിന്ന് അകറ്റുക ചെയ്യുക. ഇത് നമ്മൾ ബേസിക് എലിമെൻ്ററി ലെവലിൽ ഇത് പഠിക്കണം. എനിക്കെന്നും എൻ്റെ സ്വാർത്ഥ ബുദ്ധി കൈക്കോട്ടിൻ്റെ ജീവനായിട്ട് ജീവിക്കാൻ താല്പര്യമുള്ളവർ ഭാഗവതം തുറക്കേണ്ട ആവശ്യമില്ല. കാരണം അത് പാത്രം കമുത്തി വെച്ച് വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ ഓട്ടപാത്രത്തിൽ വെള്ളം ഒഴിക്കണ കൂട്ടത്തിലാണ്. സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനി മേലിലെങ്കിലും നമ്മൾക്ക് തിരുത്താൻ സാധിക്കണം, അല്ലേ? തിരുത്തിയിട്ടില്ലെങ്കിലത്തെ സംഗതി ആർക്കാ മോശം? ഇതൊരു വ്യക്തിഗത ഡെവലപ്മെൻ്റാണ്. ഇതൊരു മാസ് ഹിപ്നോട്ടിസത്തിനുള്ളതല്ല. 1000 ആൾക്കാരുടെ വേദി, 2000 ആൾക്കാരുടെ വേദി, 10000 ആൾക്കാരുടെ പ്രസാദം. നോ, ഇത് നൊന്ത് വിളിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നൊന്ത് വിളിക്കുക. ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള ഉത്സാഹം കൊണ്ട് ഭാഗവതീയമായ കാര്യങ്ങൾ എന്താണ് എന്ന് അറിയാനുള്ളൊരു ത്വരിതമുള്ളവർക്കുള്ളതാണിത്. അതുകൊണ്ടാണ് ചോദിക്കാതെ കൊണ്ട് പറയരുത്. ആവശ്യക്കാരന് ഔചിത്യം നോക്കാണ്ട് ചോദിക്കണം, എന്താണിത്? അതിനുത്തരം പറയാം. അത് ചോദ്യകർത്താവിൻ്റെ മാനസികാവസ്ഥ സംശുദ്ധമാണെന്ന് ഉത്തരം പറയേണ്ട ആൾക്ക് മനസ്സിലായാൽ, പാത്രാനുഭൂതി, ക്യാരക്ടറിസ്റ്റിക് ഗുഡ്വിൽ എന്ന് പറയും. ഒരു കഥാപാത്രത്തെ സ്വീകരിക്കാൻ കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയാൻ പാടില്ല. ഒരു ഗുരുനാഥൻ എല്ലാവർക്കും ഒരു ഉപദേശമല്ല കൊടുക്കുക. ഇപ്പോൾ ധനുശാസ്ത്രം പഠിക്കുന്നുണ്ട്, ധനുർവേദം പഠിക്കുന്നുണ്ട്, യുദ്ധമുറകൾ, അതിലെ പ്രാരംഭം വാൾപ്പയറ്റ് എല്ലാവരും അത്യാവശ്യം അറിഞ്ഞിരിക്കണം. പക്ഷേ സ്പെഷ്യലൈസേഷൻ, MD, മാസ്റ്റർ ഓഫ് മെഡിസിൻ എന്ന് പറയണ്ടല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്പെഷ്യലൈസേഷൻ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതേപോലെയാണ് ഇതും. അപ്പം ഭക്തിയെ നിരന്തരം വർദ്ധിപ്പിക്കുന്നതും ശ്രീകൃഷ്ണ പ്രീതിയെ ജനിപ്പിക്കുന്നതുമായ തത്വം യാതെന്നോ അതിനെ ഞാൻ അങ്ങയോട് പറയാം. ഞാൻ അതാണ് വേദാന്തിസ്റ്റ് ആയത്. എനിക്ക് തത്വങ്ങളോടാണ് താല്പര്യം. എന്നാൽ തത്വങ്ങൾ പറഞ്ഞാൽ മതിയോ? അല്ല, നിങ്ങൾ കേട്ടുവോ കേട്ടില്ലേ? തത്വം ഞാൻ തന്നെ പറയണു. ഞാൻ തന്നെ കേട്ടിട്ട് ഞാൻ അതിന് പല പാരാമീറ്റേഴ്സ്, അളവുകോലുകളുണ്ട്. തമോ ഗുണമാണോ, ഞാനതിനെ നിർമ്മാർജ്ജനം ചെയ്യണം, രജോ ഗുണമാക്കണം. എന്നാൽ രജോ ഗുണത്തിൽ നിൽക്കാൻ പാടുമോ? ഇല്ല. രജോ ഗുണത്തിനെ സാത്വിക ഗുണം കൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യണം. എന്നാൽ സാത്വിക ഗുണത്തിൽ ഇരിക്കാൻ പാടുമോ? പാടില്ല. ഇത് മൂന്നും പ്രകൃതിയുടെ ഗുണങ്ങളാണ്. പ്രകൃതി ഈശ്വരൻ്റെ നിയന്ത്രണത്തിലാണെങ്കിലും നിയന്താവാണെങ്കിലും അത് ഈശ്വരനല്ല. അപ്പോൾ നമ്മളെന്ത് വേണം? പ്രകൃതിയെ ജയിക്കണം. ഈ പ്രകൃതിയെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഈ സാത്വിക ഗുണം കൂടിയും ഭഗവത് പാതാരവിന്ദത്തിൽ വെച്ച് നമസ്കരിക്കുക. എന്നിട്ട് പറയണം, ഈ 3 ഞാനിവിടെ വെച്ചു, ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി. എനിക്ക് ആ ഭക്തിയാകുന്ന സുധ, ഭക്തിയാകുന്ന അമൃതം എനിക്ക് തന്നാലും എനിക്ക് ഭാഗവതം പഠിക്കണം. ഭഗവാനെ പറ്റി പറഞ്ഞതും ഭഗവാനാൽ പറഞ്ഞതുമായിട്ടുള്ള തത്വങ്ങൾ എനിക്ക് പഠിക്കണം. അതിന് അങ്ങ് എന്ത് ചെയ്യണം? സദ്ബുദ്ധി തരണം, ക്ഷമ തരണം. അതിനാണ് പറഞ്ഞത് ഇവിടെ സാവധാനയതാശ്രണു, എനിക്ക് മെല്ലെ കേൾക്കാനുള്ള സാവകാശം തരണം. ഇത്രയൊക്കെ റിക്വസ്റ്റ് ചെയ്യാൻ. ശൃണു, കേൾക്കാനുള്ള സാവകാശം തരണം. സാവധാനം തരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് തത്വം യാതെന്നോ അതിനെ ഞാൻ അങ്ങയോട് പറയാം, മനസ്സിരുത്തി കേൾക്കുക.
അപ്പം ഇതാരാ പറഞ്ഞത്? വക്താവ് ശ്രോതാക്കളോട് പറയാണ്. ഇന്നത്തെ കൂട്ടത്തിലല്ല. ഇന്ന് ആചാര്യൻ സ്റ്റേജിലേക്ക് വരിക, ഫ്ലൈറ്റ് ഇറങ്ങി മറ്റേ ആംബുലൻസ് വരണ സ്പീഡിൽ കൊണ്ടുവരണം. കൈ കാല് കഴുകിയോ ദൈവത്തിനറിയാം. നേരെ വന്ന് നിൽക്കുകയാണ്. നമ്മൾ മുത്തുക്കോടും ആലുവട്ടം വെഞ്ചാമരും കുത്തുവിളക്കും കൂടിയിട്ട് ഹരേ രാമ. അങ്ങനെയല്ല, എല്ലാ സമയത്തിനെ മാനിക്കണം. ആരാണ് സാക്ഷി? ഭഗവാൻ ഏതേത് രൂപത്തിലാണ് സാക്ഷി? അത് പറയാം. ഒന്നാമത് എൻ്റെ ഉള്ളിൽ തേജസ്സായിട്ട്, എൻ്റെ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ തേജസ്സായിട്ട്, തേജോ പുഞ്ചം, ഒരു പ്രകാശമായിട്ടാണ് ഇരിക്കുന്നത്. അത് കൂടാതെ കണ്ട് എൻ്റെയും ഭഗവാൻ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, ദി ബെസ്റ്റ് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ മേധാവികളുണ്ട്, സബോർഡിനേറ്റ്സ്. അവരാണ് സൂര്യൻ, ചന്ദ്രൻ. പകലാണോ സൂര്യനാണ് സാക്ഷി, രാത്രിയാണോ ചന്ദ്രനാണ് സാക്ഷി. അത് കഴിഞ്ഞാൽ അഗ്നി, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം, വായു, ജലം, ഭൂമി. ഇവരൊക്കെ ഭഗവാന്റെ എന്താണ് പറയുക, കീഴാളന്മാരാണ്. അവരെ മറിച്ചും കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു കർമ്മം ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ കഴിഞ്ഞു 9ാമത്തെ ശ്ലോകം. ഇനി 10ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. കാലവ്യാളമുഖഗ്രാസ ത്രാസനിർനാശഹേതവേ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലോ കീരേണ ഭാഷിതം. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ചെല്ലാം. അർത്ഥം അറിയാനാണ് ഞാൻ ഇത്ര ശ്രമിക്കുന്നത്. കാലവ്യാളമുഖഗ്രാസ ത്രാസനിർനാശഹേതവേ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലോ കീരേണ ഭാഷിതം. 9ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു തത്വങ്ങൾ മനസ്സിലാക്കലാണ്. തത്വങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ? ശാസ്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാലവ്യാളം, കാലസ്വരൂപമായ സർപ്പം. വ്യാളം എന്ന് പറഞ്ഞാൽ സർപ്പം എന്നർത്ഥമായി. വ്യാളീമുഖം എന്ന് പറഞ്ഞാൽ സർപ്പത്തിൻ്റെ മുഖത്തോട് കൂടിയിട്ടുള്ള പ്രഭാമണ്ഡലം എന്നർത്ഥമായി. അപ്പോൾ കാലവ്യാളം, കാലസ്വരൂപമായ സർപ്പം, അതിന് വലിയൊരു അർത്ഥം പറയും, അല്ല ഉദാഹരണം പറയും. ഒരു ചേര ഒരു തവളയെ പിടിച്ചു. ചേര തവളയെ പിടിച്ചു. തവളയ്ക്ക് അറിയില്ല, അടുത്ത നിമിഷം ഞാൻ ചേരയുടെ വായയുടെ ഉള്ളിൽ പോവും, അല്ലെങ്കിൽ മൂർഖൻ്റെ ഉള്ളിലേക്ക് പോകുന്ന അറിയില്ല അതിന്. അപ്പോൾ അതെന്ത് ചെയ്യും? എനിക്ക് വിശന്നിട്ട് വയ്യ, നാവൊന്ന് പുറത്തേക്ക് നീട്ടും. ഈ തവളയുടെ നാവിൽ ഒരു തരം പശയുണ്ട്. ഒരു ജീവി, കൊതുകോ ഈച്ചയോ വാട്ടെവർ ഇറ്റ് ഈസ് വന്നിരുന്നാൽ പിന്നെ അവർക്ക് പുറത്തു പോകാൻ പറ്റില്ല. ആ പശയിൽ ഒട്ടിപ്പിടിക്കും. അതാണ് അശിക്കുക. അത് മാത്രമല്ല, വളരെയധികം ദൂരത്തേക്ക് തവളയ്ക്ക് ചാടാനും പറ്റും, തൻ്റെ നാവിനെ പുറത്തേക്ക് എറിയാൻ പറ്റും. അപ്പോൾ ഒരു 6 ഇഞ്ച് ദൂരത്തൊക്കെ ആണെങ്കിൽ തവള ഇരുന്ന ഇരിപ്പ് നാവ് നീട്ടിയിട്ട് സാധനത്തിനെ പിടിക്കും. അപ്പോൾ അടുത്ത ഗൾപ്പ് അല്ലേ, GULP, ഗൾപ്പ് എന്ന് പറഞ്ഞാൽ വിഴുങ്ങ. പാമ്പ് ചേരയെ അടുത്ത ഗൾപ്പിൽ വിഴുങ്ങിച്ചാലും ചേര എന്താ വിചാരിക്കുക? എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ തർക്കമില്ല, എനിക്ക് വല്ല പ്രാണികളെയും അശിക്കണം. അശിക്കുക എന്ന് പറഞ്ഞാൽ കഴിക്കണം. ഇതേപോലെയാണ് എൻ്റെ നിങ്ങളും ജീവിതം. ജീവൻ പോവാറായാലും ഒരു പരിപ്പ് വട തിന്നാ തർക്കമില്ല തോന്നും ചിലവർക്ക് തോന്നും 2 തുളസി വായിലിട്ടാൽ തർക്കമില്ല, അത് നല്ലതാ. അല്ലെങ്കിൽ 2 കുരുമുളക്, കാരണം കഫം തടയണേന് കുരുമുളക് തൊണ്ണിൽ ഇങ്ങനെ കുതിർത്തി കടിച്ച് ചേർക്കാം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം കാലവ്യാളമുഖഗ്രാസ, നമ്മളെ ഗ്രസിക്കുക, നമ്മളെ വിഴുങ്ങാൻ തയ്യാറായിട്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള
നിർനാശഹേതവേ. അതാണ് മുഖഗ്രാസം, മുഖത്തിനുള്ളിലാക്കുന്നതായ ദംശനം. കടിച്ചു പിടിക്കണ്ടേ? തവളേനെയാണെങ്കിലും ശരി, കോഴീനെയാണെങ്കിലും ശരി. എനിക്കല്ല, കോഴീനെയും ആട്ടിനെയും ഞാൻ കടിച്ചിട്ടില്ല, കടിക്കേണ്ട ആവശ്യമില്ല എനിക്ക്. അപ്പോൾ കാലവ്യാളം, കാലസ്വരൂപമായ സർപ്പം, മുഖഗ്രാസം, മുഖത്തിനുള്ളിലാക്കുന്നതായ ദംശനം, ത്രാസം, അത് ഭയമാണ്. അതിൽ നിന്ന് രക്ഷിക്കണം എന്നാണ്. ഭയം നിർനാശഹേതവേ, നിശ്ചയമായ നാശത്തിനായിക്കൊണ്ട്. അതായത് പെർഫെക്റ്റ് ടെൻസാണ്, ഉറപ്പാണ്, നാശം ഉറപ്പായി അല്ലേ? അതാണ് നിർണയിക്കുക എന്നുള്ള വാക്കാണ്. നിർണയിക്കുക, നിർനാശഹേതവേ, ആശകളെ ഹനിക്കുന്നത് നിർണയിക്കുകയാണ്. അതാണ് നിശ്ചയമായ നാശത്തിനായിക്കൊണ്ട്. കലൗ, കലിയിൽ, കീരേണ, ശുഗരാൽ, ശുഗബ്രഹ്മമർഷിയാൽ, ശുഗരാൾ, അർത്ഥം കീരേണ. ശ്രീമദ് ഭാഗവതം ശാസ്ത്രം, ഭാഗവതം രാമായണം എന്നുള്ളത് ശാസ്ത്രമാണ്. ഇപ്പോൾ കർക്കിടക മാസം വരെ, കർക്കിടക മാസം വന്നാൽ ഉറങ്ങിക്കിടക്കണവരൊക്കെ നീക്കും, രാമായണം പൊടി തട്ടി തുറക്കാൻ തുടങ്ങും. ഏതാണ്ട് ചിലവർക്ക് മയക്ക് കിട്ടിയാലേ വായിക്കുള്ളൂ അമ്പലത്തിൽ, അങ്ങനെയുണ്ട്. മയക്കില്ലെങ്കിൽ വായിക്കില്ല, വായന വരില്ല, അങ്ങനെയാണ്. അതൊക്കെ അപകടം പിടിച്ച ജൽപ്പന്നങ്ങളാണ്, അപകടമാണ് അതൊക്കെ. അപ്പോൾ രാമായണത്തിൻ്റെ തത്വം എന്താണ്? സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം എങ്ങനെ നിലനിർത്തണം, സ്വത്തിന് വേണ്ടിയിട്ട് ഏട്ടനെ തിരസ്കരിക്കരുത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതികൂല സാഹചര്യത്തിൽ നിന്നും ഒരാളെ ഏട്ടനായി നിന്ന് നമ്മൾക്ക് വേണ്ടതൊക്കെ ചെയ്ത് തന്ന് ആ വ്യക്തിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ എല്ലാവരും പുറം തിരിഞ്ഞ് നിന്നാലത്തെ സ്ഥിതി എന്താ? ഇതിപ്പോൾ രാമായണത്തിൻ്റെ തത്വം ഞാൻ പറഞ്ഞത്. അതേമാതിരി അച്ഛൻ പറഞ്ഞത് കേൾക്കണം. ഇതുപോലെ സന്ദർഭം കിട്ടിയപ്പോൾ ഞാൻ രാമായണത്തിലെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഒരു എപ്പിസോഡിൽ ഞാൻ പറയുണ്ടായി പിതൃദേവോ ഭവ, അതിൻ്റെ മാഹാത്മ്യം എന്താണ്. അന്ന് സമയം, എന്നപ്പോൾ ഇന്ന് സമയം ഉണ്ടായിട്ടില്ല, ഇന്ന് ഉണ്ടാക്കുകയാണ്. എന്താ അതിൻ്റെ മഹാഭാരതത്തിൽ ഒരു കഥയുണ്ട്. അച്ഛൻ എത്ര വലിയവനായി, അച്ഛനെ നമ്മൾ എത്ര ഉയർന്ന രീതിയിൽ മനസ്സിലാക്കണം. അപ്പോൾ ചൂതുകളിയിൽ പാണ്ഡവന്മാർ, കള്ളച്ചൂതുകളിയിൽ പാണ്ഡവന്മാർ കൗരവരാൽ തോൽപ്പിക്കപ്പെട്ടു. അപ്പോൾ അവർക്ക് 12 വർഷം വനവാസം, 1 വർഷം പ്രച്ഛന്ന വേഷധാരികളായിട്ട് എവിടെയെങ്കിലും താമസിക്കണം. കണ്ടുപിടിച്ചാൽ വീണ്ടും 12 വർഷം വനവാസം. അങ്ങനെ വനവാസം ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടെ ഇരിക്കുന്നുണ്ട്. ഒരു പർണശാലയൊക്കെ കെട്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്, താമസിക്കുകയാണ്. മൂത്ത സഹോദരനായ യമധർമ്മരാജാവിൻ്റെ പ്രതീകമായിരിക്കുന്ന ധർമ്മപുത്രർക്ക് വെള്ളം കുടിക്കണം തോന്നി, ജലപാനം ചെയ്യണം. പാഞ്ചാലി, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം, അടുത്ത എവിടെയെങ്കിലും പൊയ്കയിൽ പോയി കുറച്ച് താമരക്കുമ്പിളിൽ വെള്ളം കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. സ്വാമി ഇതാ കൊണ്ടുവരാം. അങ്ങനെ പാഞ്ചാലി ആദ്യമായിട്ടാണ് പുറത്തിറങ്ങുന്നത് പർണശാലയിൽ നിന്ന്. അപ്പോൾ ഏത് ദിശയിൽ നടന്നാൽ എവിടെയാണ് വെള്ളം കിട്ടുന്നത് അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ മേലെ ഏതാനും ജലകണങ്ങൾ വീണു. അപ്പോൾ ഉയരത്തുന്ന വീണ് അല്ലേ, താഴ്ത്തുന്നല്ലോ. നോക്കുമ്പോൾ ഒരു പക്ഷി ഒരു ദിശയിൽ വരുമ്പോൾ അതിൻ്റെ ചെറുകടിയിൽ നിന്നാണ്. ഉടനെ ആ ദിശയിൽ നടന്നു. അധികം നടക്കേണ്ടി വന്നില്ല, പെട്ടെന്ന് വലിയൊരു പൊയ്ക കിട്ടി. ഞാൻ എന്താ അധികം നടക്കേണ്ടി വന്നില്ല എന്ന് പറഞ്ഞത് കഥ ചുരുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ ജലാശയം കണ്ടു. അപ്പോൾ പാഞ്ചാലിക്കും ദാഹമുണ്ട്. അപ്പോൾ എന്നാൽ കുറച്ച് വെള്ളം കുടിച്ചാലെന്ന് വിചാരിച്ച് കയ്യും കാലൊക്കെ കഴുകി വെള്ളം കോരി കുടിക്കാൻ ചുണ്ടോട് എത്തുമ്പോൾ ഒരു യക്ഷ
ശബ്ദം. യക്ഷന്മാർ എന്ന് പറഞ്ഞാൽ ദേവന്മാരെ പോലെ ഉള്ളവരാണ്. അവരെ നമുക്ക് കാണാൻ പറ്റില്ല, ശബ്ദം കേൾക്കാം. യക്ഷശബ്ദം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ കണ്ട് ജലപാനം ചെയ്താൽ മരിക്കും, അല്ലെങ്കിൽ മോഹാത്സ്യപ്പെടും, എന്ത് വേണമെങ്കിലും ധരിക്കാം. പക്ഷേ ഇവിടെ എനിക്ക് ഒരു സഹജമായ ഉദാഹരണം പറയണം. പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറയും. എന്നാൽ പെണ്ണുങ്ങൾക്ക് ബുദ്ധി ഇല്ല എന്നല്ല പറഞ്ഞത്, ചില സമയത്ത് അങ്ങനെയാണ്. ഒരു ആപ്തവാക്യമാണ്. പാഞ്ചാലി വെള്ളം കുടിച്ചിട്ടേ കിടക്കണം, മലന്നടിച്ച് കിടന്നു. അപ്പോൾ പിന്നെ ഭീമ എടോ പാഞ്ചാലി പോയിട്ടേ വെള്ളം ഇതേവരെ വന്നില്ല, താനൊന്ന് പോയി നോക്കുമോ? ഭീമൻ വേഗം പടപടാന്ന് ഈ പിന്നെ ജലാശയത്തിലേക്ക് എത്തി. കഥ പറയണില്ല, പിന്നെ പക്ഷിയെ കണ്ടു എന്ന് ഞാൻ പറയണില്ല. കടക്കുമ്പോൾ തൻ്റെ പ്രേമസ്വരൂപിണി എല്ലാമായിരിക്കുന്ന പാഞ്ചാലി, 5 മുത്ത് അല്ലേ, 5 മാറ്റോ അല്ല 10 മാറ്റോ 5 മാറ്റല്ല 5 കൂടി 10 മാറ്റാണുള്ളത് അല്ലേ. ഇയാളും ആവർത്തിച്ചു. വെള്ളം കുടിക്കുമ്പോൾ പിന്നെ യക്ഷശബ്ദം കേട്ടു, കൂട്ടാക്കിയില്ല, പോടാ പോലെ വെള്ളം കുടിച്ചു, കിടക്കണം, വീണു. പിന്നെ അർജുനനാണ്. അപ്പോൾ എഗെയിൻ ധർമ്മപുത്രർ അർജുനനെ അയച്ചു. മധ്യമ പാണ്ഡവനായിരിക്കുന്ന ഗാന്ധീവധാരിയായിരിക്കുന്ന അർജുനനെ അയച്ചു. അർജുനൻ പോയപ്പോൾ തൻ്റെ എല്ലാമായിരിക്കുന്ന പാഞ്ചാലിയും തൻ്റെ മൂത്ത സഹോദരൻ വായുപുത്രനായിരിക്കുന്ന ഭീമനും വീണ് കിടക്കുന്നു. എന്താ ചെയ്യുക? വെള്ളം കുടിക്കാൻ എനിക്കും ദാഹമുണ്ട്. വെള്ളം കുടിക്കണോ അപ്പോഴേക്കും യക്ഷശബ്ദം കേട്ടു, കൂട്ടാക്കിയില്ല, വീണു. പിന്നെ നകുല സഹദേവന്മാരെ അയച്ചു എന്നാ കഥ. അത് ഓരോരുത്തരായിട്ട് അയച്ചത്. എനിക്കിപ്പോൾ സമയമില്ലാത്തത് കാരണം നകുല സഹദേവന്മാരെ അയച്ചു. അവരും തിരിച്ചു വന്നില്ല. ഈ മുന്നിൽ പോയ പാഞ്ചാലിനെയും പാഞ്ചാലിക്കും ഭീമനും അർജുനനും പറ്റിയ പോലെ യക്ഷശബ്ദത്തിന് മറുപടി പറയാതെ കണ്ട് വെള്ളം കുടിച്ചു, അവരും വീണു. കുറേ കഴിഞ്ഞിട്ട് ആരും വന്നില്ല എന്ന് കണ്ടപ്പോൾ ധർമ്മപുത്രർ എണീറ്റ് ജലാശയം നോക്കി നടക്കുകയാണ്. ജലാശയത്തിൽ നോക്കുമ്പോഴത്തെ ഒരു അവസ്ഥ ഇടി വെട്ടിയ കൂട്ടത്തിലായി. എല്ലാവരും മൃതപ്രായരായിട്ട് കിടക്കുകയാണ്. സംഭവിച്ചു. ഇനി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾക്ക് ജലപാനം ചെയ്യണം, ദാഹമുണ്ട്. അപ്പോൾ അദ്ദേഹം കൈകാലൊക്കെ കഴുകി ആചമിക്കുക എന്ന് പറഞ്ഞാൽ അർഘ്യം കൊടുക്കാമെന്ന് അർത്ഥമുണ്ട്. മുഖമൊക്കെ കഴുകി തലയിൽ കുറച്ചിങ്ങനെ തളിച്ച് കുറച്ച് വെള്ളം കോരി സൂര്യനെയൊക്കെ അർഘ്യം കൊടുത്ത് കുടിക്കാൻ നോക്കുന്നത് യക്ഷശബ്ദമായി. അവിടെയാണ് ധർമ്മപുത്രരും ഇതര പാഞ്ചാലി മുതൽക്ക് ബാക്കി ഭീമൻ, അർജുനൻ, നകുല സഹദേവന്മാരുടെ വ്യത്യാസം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ കൊണ്ട് ജലപാനം ചെയ്താൽ ഇവരെ പോലെ ദുർഗതി വരും പറഞ്ഞപ്പോൾ, വേണ്ട മഹാശയ, അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞോളാം. ഞാൻ ഇതുവരെ സഹിച്ച പൈതാഹം, ജലം കുടിക്കാനുള്ള താല്പര്യത്തിനെ നിർത്താം എന്ന് പറഞ്ഞ് ജലം ഭവ്യതയോടുകൂടി ജലാശയത്തിലേക്ക് ഒഴുക്കി ശബ്ദം കേട്ട സ്ഥലത്തേക്ക് തൊഴുതുകൊണ്ട് നിന്ന് ചോദിച്ചോളൂ. മഹാഭാരതത്തിൽ പല നീതി പൂർണ്ണമായ കാര്യങ്ങളാണ് ചോദിച്ചത്. ഇദ്ദേഹം അതൊക്കെ പറഞ്ഞു. ഇനി നമ്മൾക്ക് ആവശ്യമുള്ള ചോദ്യം മാത്രം ഞാൻ ഇവിടെ പറയാം. അപ്പോൾ പറയാണ്, ഹേ പിന്നെ എന്താണ് പറയുക, ധർമ്മപുത്രരെ, അങ്ങയ്ക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠനും ഉയരം കൂടിയതുമായിട്ടുള്ളത് എന്താണ് ചോദിച്ചു. വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠവും ഉയരം കൂടിയതും, ആ ഉയരം കൂടിയത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് ചോദിച്ചു. ഇദ്ദേഹത്തിന് സംശയം ഉണ്ടായില്ല, എൻ്റെ അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എനിക്ക്
എന്നെ 10 മാസം ഉദരത്തിൽ വെച്ച് നൊന്ത് പ്രസവിച്ച അമ്മ കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠമായിട്ടുള്ളത്, അതായത് ഹിമാലയ പർവ്വതത്തിലെ എവറസ്റ്റിനേക്കാൾ ഉയരമുള്ള ആളാണ് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ആകാശം മൊട്ടുമാറെ ശ്രേയസ്സുള്ള ആളാണ്, കീർത്തിമാനാണ്, പിതൃദേവോ ഭവ ആണെന്ന് ഭാരതത്തിലെ വ്യാസമുനി പറയിപ്പിച്ചു. ഇത് നമ്മൾ പഠിച്ചിട്ടില്ല. ഇത് പഠിക്കാത്തത് കൊണ്ടാണ് അച്ഛൻ ആദ്യത്തെ ചേച്ചിക്ക് അന്നത്തെ കാലത്ത്, എൻ്റെ കാലത്ത് 5 പവൻ കൊടുത്തു, എനിക്ക് 3.5 പവനേ തന്നുള്ളൂ. ഇങ്ങനെ അച്ഛനെ ദുഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ അച്ഛനെ ഡീഗ്രേഡ് ചെയ്യുന്ന കൂട്ടത്തിൽ പിതൃത്വത്തിനെ ചോദ്യം ചെയ്യത്തക്ക വിധത്തിൽ ഓരോരുത്തരും പെരുമാറണം. പ്രത്യേകിച്ച് ഭാഗം, അച്ഛൻ മരിച്ച് ഭാഗം ഒക്കെ വരുമ്പോൾ ഒരാൾ കൈക്കോട്ട് താഴെ എടുക്കും, ഒരാൾ മഴുത്താഴ് എടുക്കും, ഒരാൾ കൊടുവാളെടുക്കും, ഒരാൾ പിച്ചാത്തി എടുക്കും. കാരണം എന്താ? പിതൃസ്വത്തിനോടാണ് താല്പര്യം, പിതൃത്വത്തിനോടല്ല. അപ്പോൾ പിതാവിനെ ദേവത്വത്തിൽ കാണാൻ, ദേവനായി കാണാനുള്ള ചാരുത, ഭംഗി ആർക്ക് വേണം? നമുക്ക് വേണം. ഞാൻ ഓരോ എപ്പിസോഡും പറയുമ്പോൾ നിങ്ങളോട് പറയണ്ടായി, ശ്രീ രംഗനാഥ ശർമ്മണേ നമ. എൻ്റെ അച്ഛൻ രംഗനാഥൻ അയ്യരാണ്. അപ്പോൾ എനിക്കൊരു 19 വയസ്സ് ഉള്ള സമയത്ത് തമിഴ്നാട്ടിലെ തൃശ്ശിനാപ്പള്ളി, തിരുച്ചിറപ്പള്ളി, ട്രിച്ചി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്ത് കാവേരി നദീതീരത്തിൽ ശ്രീ രംഗനാഥ ക്ഷേത്രം വളരെ ഫേമസ് ആണ്, നമ്മുടെ അനന്തപത്മനാഭനെ പോലെ. അവിടെ 7 പ്രാകാരങ്ങളാണ്, 7 കോട്ടകളാണ്. ആ 7 പ്രകാരങ്ങൾ രാജവീതികളെന്ന് പറയും. രാജവീതി കഴിഞ്ഞിട്ടാണ് ശ്രീലകം. വലിയ വലിയ ഗോപുരങ്ങൾ, അതിലൊക്കെ ബ്രാഹ്മണർ താമസമുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി എനിക്കറിയില്ല, എല്ലാവരും ഉണ്ടായിക്കോട്ടെ. അപ്പോൾ അതിലൊന്നിൽ വെച്ചിട്ടാണ് എൻ്റെ ചെറിയച്ഛൻ്റെ 3ാമത്തെ മകൻ്റെ വിവാഹം. ഞാനവിടെ പോയി. അപ്പോൾ എൻ്റെ അച്ഛൻ 2ാം വിവാഹം സംബന്ധം ആവുക കാരണം എൻ്റെ അമ്മ വളരെ പ്രായം കമ്മിയാണ്, ഒരുപാട് പ്രായത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാവരും കുളിച്ച് അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിലേക്ക് പോകുമ്പോൾ എന്താ താൻ പോണില്ലേ ചോദിച്ചു എൻ്റെ അടുത്ത്. താൻ വരുന്നില്ലേ? ആര്? എൻ്റെ സിൽബന്ധികളെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, പോവല്ലേ? വയ്യടാ, കാലിൻ്റെ മുട്ടുവേദനയൊക്കെ ഉണ്ട്, ഞാൻ വരുന്നില്ല, ഒരുപാട് നടക്കണം, താൻ പോയി ദർശനം കഴിച്ച് വരുമോ? അപ്പോൾ എൻ്റെ സ്റ്റെപ്പ് മദറിലുള്ള മൂത്ത മകൻ്റെ മൂത്ത മകളെ വിവാഹം കഴിച്ച ആളുടെ അച്ഛൻ രാമയ്യരൻ ഒപ്പമുണ്ട്. അദ്ദേഹം ഒരു സമകാലികനാണ്, അദ്ദേഹത്തിന് പ്രായം കൊണ്ട്. ഞാൻ പോണില്ല, ഞങ്ങൾ 2 ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും പോണില്ല. എനിക്ക് വയസ്സ് 19ആണ്, നിങ്ങളത് ആലോചിക്കണം. എന്താ പോവാത്തതെന്നായി രാമയ്യർ. അവിടെ പോയാൽ ശ്രീരംഗനാഥനെ ദൂരേന്ന് കാണാനേ പറ്റുള്ളൂ. ഇവിടെ ഇരുന്നാൽ കുറച്ച് നേരം ഈ രംഗനാഥന് കാല് തലോടി കൊടുക്കാൻ പറ്റും. അന്നൊക്കെ അങ്ങനെയുണ്ട്, പ്രായമായിട്ടുള്ളവർക്ക് മക്കൾ കാല് തലോടി കൊടുക്കും. ഇന്ന് നമ്മൾക്കത് സ്വപ്നം കാണാൻ പറ്റില്ല. വല്ല പഞ്ചകർമ്മ ഇതിൽ പോയാലേ പറ്റുള്ളൂ. അമ്മയ്ക്ക്, സഹോദരിക്ക്, ആരാക്കാണ് അവശത അവരെ നമ്മൾക്ക് ശുശ്രൂഷിക്കാൻ സാധിക്കണം. ആ ശുശ്രൂഷയാണ് ദൈവത്തിന് ചെയ്യുന്ന വലിയ ഉദയാസ്തമന പൂജ എന്ന് വേണമെങ്കിൽ പറയാം. വലിയ ഉദയാസ്തമന പൂജയാണല്ലോ ഒരു ദേവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ലൗകികമായിട്ടുള്ള പൂജ. മാനസപൂജയാണ്, അതാർക്കും അറിയില്ല, അത് പോട്ടെ. അപ്പോൾ ഈ രാമയ്യരെന്ന് പറഞ്ഞ ആൾ എന്നെ കെട്ടിപ്പിടിച്ചു, തലയിൽ തുരുതുരാന്ന് 2-3 ഉമ്മ. മകനായാൽ ഇങ്ങനെ വേണം. ഇനി എന്താ നിങ്ങൾക്ക് കേൾക്കേണ്ടത്? മകനായാൽ ഇങ്ങനെ വേണം. ഞാൻ അക്ഷരാർത്ഥത്തിൽ കരയാൻ തുടങ്ങി. കാരണം
ഞാൻ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഔചിത്യം ഇത്ര വലുതാണ് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ സ്നേഹത്തിൻ്റെ മുകളിൽ എൻ്റെ അച്ഛനോടുള്ള സ്നേഹത്തിൻ്റെ മുകളിൽ ഞാൻ അങ്ങനെ പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ തുടങ്ങിയെന്നല്ലാണ്ട് അതിൻ്റെ ഒരു ഡെപ്ത്, ഇതാണ് ഭാഗവതം, ഇതാണ് ഭാഗവതം. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനെ അന്ന് മുതൽക്ക് എൻ്റെ ഒരു നമുക്ക് എല്ലാവർക്കും ഒരു മോഡൽ ഹീറോ, ഒരു മോഡൽ ഹീറോയിൻ ഉണ്ടാവും. അപ്പോൾ എൻ്റെ മോഡൽ ഹീറോ എൻ്റെ അച്ഛനാണ്. ഇത് മനസ്സിൽ നിങ്ങൾക്ക് തട്ടിയാൽ അച്ഛനുള്ളവർക്ക് അച്ഛനെ ബഹുമാനിക്കാം, അച്ഛനില്ലാത്തവർക്ക് ആകാശത്ത് നോക്കിയിട്ട് എൻ്റെ അച്ഛാ എന്ന് വിളിച്ചാൽ ഏതൊക്കെ ജന്മത്തിൽ നമ്മൾക്ക് അച്ഛനായിട്ടുണ്ട്. ഇനി ഇതൊന്നുമില്ലെങ്കിൽ ഈ അച്ഛ എന്നുള്ളതിന് വേറെ ഒരു അർത്ഥതലമുണ്ട്. പഞ്ചമാതാ പഞ്ചപിത. ഒരു വ്യക്തിക്ക് 5 തരം അച്ഛന്മാരുണ്ട് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ജന്മം തന്ന അച്ഛൻ, ഐദർ സ്പൗസ്, ഭാര്യയുടെ അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛൻ. വിദ്യ തന്നവൻ അച്ഛനാണ്. ആഹാരം തന്ന് രക്ഷിച്ചിട്ടുള്ളവൻ അച്ഛനാണ്. ഭയത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ളവൻ അച്ഛനാണ്. ഇതൊക്കെ പഠിക്കണം. ഭയത്തിൽ നിന്ന് രക്ഷിക്കുക. അപ്പോൾ പണ്ട് ഭയത്തിൽ നിന്ന് രക്ഷിക്കണത് ആരാ? നമ്മളേനെ രാജാവാണ്. രാജാവാണ് നമ്മുടെ പ്രജാരക്ഷ നോക്കുന്ന ആൾ. അപ്പോൾ രാജാവ് അച്ഛനാണ്. അല്ലെങ്കിൽ രാജാവ് പ്രജകളെ സ്വന്തം മക്കളെ പോലെ നോക്കണം എന്നാണ്. അതിപ്പോഴത്തെ MLA-മാർക്കും MP-മാർക്കും ബാധകമാണ്. നിങ്ങളെന്താ വിചാരിച്ചത്? ഇത് ഉരുട്ടി കഴിക്കാമെന്നല്ല. ഈ പുസ്തകം ഉരുട്ടി കഴിക്കാൻ പറ്റില്ല. ഇതിൻ്റെ വിശാലത, ഇന്ത്യൻ മഹാസമുദ്രം പോലെ ആഴവും പരപ്പുള്ളതാണ്. അതിലൊരു ചെറു മീനായിട്ട് നമ്മൾ ശ്വസിച്ച് നടക്കുകയെ അല്ലെങ്കിൽ അതിലൊരു തുള്ളിയാണ് നമ്മൾ പാനം ചെയ്യണത്. എന്നിട്ട് നമ്മൾ ബ്രഹ്മശ്രീ എന്ന് എഴുതിയാലത്തെ സ്ഥിതി എന്താ? എൻ്റെ ഗുരുനാഥൻ എന്നോട് എന്താ പറഞ്ഞത്? എടാ ചെറുക്ക, അദ്ദേഹം ആലപ്പുഴക്കാരനാണ്. ഇദ്ദേഹം എനിക്ക് 47 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ശിഷ്യപ്പെടുന്നത്, എനിക്ക് ഉപദേശം തരുന്നത്. എടാ ചെറുക്ക, നീയെ ഒരിക്കലും ബ്രഹ്മശ്രീ എന്ന് ഉപയോഗിക്കരുത്. എന്താ കാരണം എന്ന് വെച്ചാൽ, ബ്രഹ്മശ്രീ ശുഖബ്രഹ്മർഷി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞേ. ജന്മം കൊണ്ട് ബ്രാഹ്മണനായിട്ടുള്ളവരൊന്നും ബ്രഹ്മശ്രീ അല്ല. ഇപ്പം നൊച്ചൂർ വെങ്കട്ടരാമൻ, നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം സന്യാസിയായി. അദ്ദേഹം ബോൺ സന്യാസിയാണ്. അദ്ദേഹത്തിന് നല്ലപ്പൻ സമയത്ത് തന്നെ ഒരു ഗ്ലാസ് പാല് അല്ലെങ്കിൽ ഒരു നേന്ത്രപ്പഴം, വേറെ രാത്രി ഒന്നും കഴിക്കില്ല. നമ്മൾ പിന്നെ ബഫയ്ക്കൊക്കെ പോയാൽ അല്ലേ, മൃതസഞ്ജീവിനി എടുക്കണ കൂടുതലെടുക്കുക അല്ലേ? എല്ലാവരും അല്ല കേട്ടോ. എന്നിട്ട് കുറേ കളയും ചെയ്യും. പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം പിതൃദേവോ ഭവ എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 2.5 അടി നീളമുള്ള ഡോർഫ്, നീളം കുറിയ ആളാണെങ്കിലും ജന്മം കൊണ്ട് ക്ഷയരോഗിയാണെങ്കിലും ഹാൻഡിക്കാപ്പഡ് ഉള്ള അച്ഛനാണെങ്കിലും ശരി, അദ്ദേഹത്തിനെ ദേവതാ രൂപത്തിലേക്ക് ഉയർത്തേണ്ടത് മക്കളെ. ഇനി ചിലവർ വിചാരിക്കും ആൺമക്കൾ അല്ല, മകളാണെങ്കിലും പെൺമക്കളാണെങ്കിലും ശരി, ആൺമക്കളാണെങ്കിലും ശരി. ചില സ്ഥലത്തുണ്ട് ആൺമക്കളാണ് കുടുംബം നോക്കേണ്ടത്, കെട്ടിച്ചു കൊടുത്തവർക്ക്. അതൊക്കെ തെറ്റാണ്. നമ്മൾക്ക് ജന്മം തന്ന അച്ഛനമ്മമാരെ പ്രകീർത്തിക്കുക. നമ്മൾക്ക് ഇനിയും ജീവിക്കാൻ സമയമുണ്ട്. അപ്പോൾ മഹാഭാരതത്തിലും ഭാഗവതത്തിലും പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങൾ ഉപസ്പർശിക്കുക. വെറുതെ ഇങ്ങനെ തൊട്ടു തലോടി പോയിട്ട് യാതൊരു കാര്യമില്ല. അതിൻ്റെ അഗാധതയിലേക്ക്, അതിൻ്റെ ഡെപ്തിലേക്ക് നമ്മൾക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കണം. സമുദ്രത്തിൽ ഡെപ്തിൽ പോകുന്നതിന് മാത്രമേ ശംഖുകൾ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വില മതിച്ചിട്ടുള്ള മുത്തുകൾ വാരാൻ പറ്റുള്ളൂ. അതോടുകൂടി ആ ഒരു വാക്ക് അവിടെ നിർത്തി. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ പറഞ്ഞത് ചോദിച്ചാൽ,
ഈ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം അതിശ്രേഷ്ഠമായിരിക്കുന്ന ഭാഗവത ശാസ്ത്രം പറയപ്പെട്ടു. അങ്ങനെയാണ് ഇത് പറയപ്പെട്ടിട്ടുള്ളത്. അപ്പം മേൽപ്പറഞ്ഞ ഗുണയുക്തമായ തത്വമേതെന്നാൽ ശ്രീമദ് ഭാഗവത ശാസ്ത്രം തന്നെ. അതായത് 10 ഗുണങ്ങളായാൽ മഹാശാസ്ത്രമായി, 5 ഗുണങ്ങളായാൽ പുരാണമായി. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ 5, 6 ഒക്കെ ഉള്ളൂ. ശ്രീമദ് ഭാഗവതത്തിന് മാത്രമേ 10 ലക്ഷണങ്ങളുള്ളൂ. അതുകൊണ്ടാണ് ഇത് മേൽപ്പറഞ്ഞ ഗുണയുക്തമായ, ഗുണമില്ലാത്തത് ആരും പഠിക്കരുത്. യെല്ലോ പേജസ് അല്ലേ, പൈങ്കിളി സാഹിത്യം പഠിച്ചതുകൊണ്ട് ശരീരം ചൂടാവുക എന്നല്ലാതെ കണ്ട് ഞാൻ സോറി ടു നേരം വിളിച്ചാകുമ്പോൾ ഒരു ഡോസ് തരണേൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ അത് പറഞ്ഞില്ലെങ്കിൽ നമുക്കറിയില്ല. ഒരു യുവാവിന് അല്ലെങ്കിൽ ഒരു പുരുഷ ഒരു മെയിൽ, അങ്ങനെ പറയാം, മെയിൽ ആൻഡ് ഫീമെയിൽ, യെല്ലോ പേജസ് വായിച്ചാൽ ശരീരം ചൂടാവും, സ്ത്രീക്കും അതെ. അപ്പോൾ ജഡമായ വസ്തുവിൽ നിന്ന് അക്ഷരങ്ങൾ പെറുക്കിയെടുത്താൽ ആ അക്ഷരങ്ങളെ നമ്മുടെ മനസ്സിനെ ബാധിക്കുമ്പോൾ നമ്മൾക്ക് ശരീരം ചൂടാവണം. അതിൻ്റെ 10-1 മതി സാത്വികമായ ഭക്തി കൂടി ഈശ്വരാരാധന ചെയ്യാൻ. സദാസേവ്യ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജപിക്കാൻ സംസ്കൃതം പഠിക്കേണ്ട. എന്നാൽ സംസ്കൃതമാണത്, നാമധേയങ്ങൾ സംസ്കൃതമാണ്, ദേവൻ്റെയാണ്, വേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനെയാണ് കലിസന്ധരണ ഉപനിഷത്ത് എന്ന് പറഞ്ഞത്. അത് സാമാന്യമാൾക്കാർക്ക് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഭാഷ അറിഞ്ഞില്ലെങ്കിലും നാരായണീയം കയറി പിടിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഹരേ രാമ ജപിക്കുമ്പോൾ നമ്മൾ മോശക്കാരാണോ എന്നൊരു ധാരണയാണ്. ഹരേ രാമ ജപിക്കുമ്പോൾ അതിൽ എത്ര കൃഷ്ണ ശബ്ദമുണ്ട്, എത്ര രാമശബ്ദമുണ്ട്, എത്ര ഹരേ ശബ്ദമുണ്ട്, അതൊക്കെ ഈശ്വരൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഈശ്വരനെ നിഷ്കാമമായി സേവിക്കാൻ ഹരേ രാമ മന്ത്രമാണ് നല്ലത്. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മളൊക്കെ സന്ധ്യാനാമം ചെല്ലുമ്പോൾ രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം, ഇത് ഇങ്ങനെ ചിലവർ ചെല്ലും. ഒരു ദിവസം എൻ്റെ ഗുരുനാഥൻ എന്നോട് ചോദിച്ചു, താൻ ഇത് ചെല്ലാറുണ്ടോ? ഞാൻ ചെല്ലാറുണ്ടായിരുന്നില്ല. എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു ശ്ലോകം കാണാൻ പണം പിടിച്ചില്ല. ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞത് ചെയ്യും. കൃഷ്ണ ഗുരുവായൂരപ്പ നല്ല വഴി തരണേ, നല്ല ബുദ്ധി തരണേ. ഇത് എൻ്റെ പ്രാർത്ഥന. ഇന്നും അതെ, അന്നും അതെ. കാരണം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാവണം, അത് ബേസ്ഡ് ഓൺ പൂർവ്വജന്മാന്തര ദുരിത സുഹൃതത്തിൽ നിന്നാണ്. അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും തനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് പ്രയത്നിക്കണം. യത്നിക്കാതെ കണ്ട് മോനെ ഒരു കാര്യം നടക്കില്ല. പ്രയത്നിക്കണം. അപ്പം ഞാൻ പ്രയത്നിക്കും. ഇനി നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാൻ ബോംബെയിൽ പോയി തുണിക്കച്ചവടം ചെയ്തിട്ടുണ്ട്. സർവീസിലിരിക്കുമ്പോൾ ചായപ്പൊടി കച്ചവടം ചെയ്തിട്ടുണ്ട്. ബിസി നടത്തിയിട്ടുണ്ട്. 14 വർഷം ഫ്രീലാൻസ് എയർ ടിക്കറ്റ് ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഒരു മാരുതി ഓംനി വാങ്ങിയിട്ട് എൻ്റെ നിന്ന് ടിക്കറ്റ് വാങ്ങണവരെ ഞാൻ എല്ലാ സ്ഥലത്തേക്കും എന്താണ് ടാക്സി ഫെയർ വെച്ചാൽ 10, 15 റുപ്യ 20 റുപ്യ കമ്മിയാക്കിയിട്ട് ഞാൻ കൊണ്ടുപോയി വിടും. ഞാൻ തന്നെ കൊണ്ടുപോയി വിടും. അപ്പം മൾട്ടിഫാരിയസ് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നുണ പറയരുത്, കക്കരുത്. 2 ഗുണമാണ്. നമ്മൾ നുണ പറയാൻ പാടില്ല അവരോട്, കക്കാനും പാടില്ല. ബാക്കി എന്ത് തൊഴിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പം അങ്ങനെ ആവുമ്പോൾ സത്യത്തിൽ ലൗകിക ജീവിതത്തിൽ ഞാൻ കടക്കാരനല്ലാതെ കണ്ടായിട്ടുള്ളത് 2020 മാർച്ച് 2 വരെ. അതുവരെ ഞാൻ എൻ്റെ സ്ഥലത്തിൻ്റെ ആധാരം സ്റ്റേറ്റ് ബാങ്കിലായിരുന്നു. ഐ ആം കമ്മിങ് ടു എന്താണെന്ന് പറയുക, ഡൗൺ ടു എർത്ത് സിംപ്ലിസിറ്റിയിൽ നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്.
വീട് കെട്ടാൻ 2019 3 ലക്ഷം ഞാൻ SBI നിന്ന് ലോൺ എടുത്തു. എത്ര രൂപ ഞാൻ അടച്ചത്? 5.5 ലക്ഷം രൂപ. 3.5 ലക്ഷത്തിന് ഗഡുക്കളായിട്ട് 5.5 ലക്ഷം. അപ്പോൾ 3.5 ലക്ഷത്തിന് 2 ലക്ഷം രൂപ പലിശ. നമ്മുടെ കുട്ടികൾ ചോറ് തിന്നേണ്ട മാമുണ്ണേണ്ട കാശ. അതേപോലെ ഗുഡ് എൻട്രി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തെറ്റാതെ കണ്ട് പലിശ തന്ന് പലിശയും മുതലും കടം വീട്ടി എന്നുള്ളപ്പോൾ 2010 ഒരു 7 ലക്ഷം രൂപ അവർ ഓഫർ ചെയ്തു, ലോൺ എടുത്തോളൂ. എടുത്തപ്പോൾ ഒരു ക്ലർക്ക് എന്നോട് പറഞ്ഞു, താൻ 2012 റിട്ടയർ ചെയ്യും, താൻ കിടുങ്ങിപ്പോയാൽ വീട് ജപ്തിയാവും, കുട്ടികൾ ജോലിയിലായിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു വിദ്യ പറയാം, 65,000 രൂപയ്ക്ക് ഒരു 1 ടൈം പോളിസി എടുത്താൽ മതി. അപ്പോൾ പോളിസി എടുത്താൽ അടുത്ത ദിവസം താൻ കിടുങ്ങിപ്പോയാലും, അയാൾ കിടുങ്ങിയെന്നല്ല പറഞ്ഞത്, വടിയാകാതാണ് പറഞ്ഞത്, വടിയായി പോയാലും കുട്ടികൾക്ക് ചോദ്യം വരില്ല. കാരണം ഈ പോളിസി ഈ കാശ് തരും. ഞാൻ പറഞ്ഞു ഓക്കെ, വെൽ ഡൺ. കാരണം എന്താ, നമ്മൾക്ക് കുട്ടികൾ സേഫായിരിക്കണം. പക്ഷേ 2020 മാർച്ചോടുകൂടി എൻ്റെ ഫൈനൽ 10,000 റുപ്പീസ് ഈച്ച് മന്ത്. നിങ്ങൾക്ക് വെറുതെ എളുപ്പത്തിന് കണക്കൂട്ടാം. ഒരു വർഷം 1,20,000 റുപ്യ നമ്മൾ അടച്ചു. അപ്പോൾ 10 ലക്ഷത്തിന് 12 ലക്ഷം എടുത്തു. നമ്മൾ എത്ര വാങ്ങിയത്? 7 ലക്ഷം. അപ്പോൾ ഇൻട്രസ്റ്റ് എത്ര പോയി? 5 ലക്ഷം. അതുകൊണ്ട് ഭാഗവത ശ്രോതാക്കളാരും ബാങ്കിൽ നിന്ന് കടമെടുക്കരുത്. ഇല്ലെങ്കിൽ വേണ്ടാക്കണം. എന്നാൽ പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് എടുത്തത്? രാജേട്ടന് ഇത്രയൊക്കെ ബുദ്ധിയുണ്ടല്ലോ, പിന്നെ രാജേട്ടൻ എന്താ എടുത്തത്? രാജേട്ടന് നല്ല ഒരു നിശ്ചിത വരുമാനം ഉണ്ടല്ലോ. ആ നിശ്ചിത വരുമാനത്തിൽ നിന്ന് പിന്നെ 54 സെൻറ്റ് സ്ഥലം ഞാൻ 92 രജിസ്റ്റർ ചെയ്തെടുത്തിട്ടുണ്ട്. അത് വിറ്റിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കും. അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എനിക്ക് 17 ലക്ഷം കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താ, നിങ്ങളൊക്കെ എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ജീവിതത്തിൽ ചതിക്കുഴികൾ ധാരാളമുണ്ട്. അതിൽ വീണാൽ ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ 2 കോപം കൊണ്ട് ഇങ്ങോട്ട് ചാടാമോ? രാമായണം ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ കോപത്തിന് ആവേശം ഉണ്ടാവരുത്, ആവേശം വേണം നല്ല കാര്യത്തിന്. അപ്പോൾ സ്ഥിതപ്രജ്ഞ ബോധത്തിൽ സ്ഥിരത വേണം, അതിൽ സ്ഥിതി ചെയ്യണം. അതുകൊണ്ടാണ് എല്ലാ ഹർഡിൽസിനെയും മാറ്റിമറിക്കാൻ ഹനുമാൻ രാമമന്ത്രം എങ്ങനെ ഉപയോഗിച്ചുവോ, ഭക്തദാസന് ഭാഗവതത്തിൽ ഭഗവാന്റെ നാമധേയങ്ങളെ ശരണം പ്രാപിക്കുക. കാരണം എനിക്ക് ഒരു ഊനം തെറ്റാതെ കണ്ട് ഭഗവാൻ 10 ഭാഗത്ത് നിന്നും മേലും കീഴും ഇടതും വലവും മുമ്പും പിന്നും എന്താണെന്ന് പറയുക, പിന്നെ ഓരോ കോർണറിൽ നിന്നും രക്ഷിച്ചു വരിക. കാരണം എൻ്റെ ഊർജ്ജസ്വലത മുഴുവൻ ഭാഗവതം അല്ലെങ്കിൽ പുരാണങ്ങൾ, ഉപനിഷത്തുകൾ, വേദങ്ങൾ പഠിക്കണതിലും പറയണതിലും ഞാൻ ഉപയോഗിക്കുകയാണ്. അതാണ് നിഷ്കാമത്വം എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത് പറയാൻ എന്തിനാ പറഞ്ഞത്? ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഗരിമ എന്താണ്, ഡെപ്ത് എന്താണ്, ആഴം എന്താണെന്ന് സഹൃദയരായ നിങ്ങൾക്ക് ശ്രോതാക്കൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് പ്രകൃതം വിട്ട സ്വന്തം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ചിലവർ പറയും സ്വന്തം കാര്യങ്ങൾ പറയാൻ പാടില്ല. സ്വന്തം കാര്യങ്ങളെ പറയാവൂ. എനിക്കെങ്ങനെ വേറൊരാളുടെ കാര്യം പറയാം? എനിക്ക് പൂമുള്ളിമനയിൽ 6-ാം തമ്പുരാൻ പ്രതാപനായിരുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് വല്ല കാര്യമുണ്ടോ? അപ്പോൾ വിശിഷ്ട വ്യക്തികളുടെ ജീവചരിത്രം വായിക്കാം. അവർ വിശിഷ്ടന്മാരായിരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം രാമനെയും കൃഷ്ണനേക്കാൾ വിശിഷ്ടന്മാരായിട്ട് ഈ ഭൂമണ്ഡലത്തിൽ ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ രാമായണം പഠിച്ചു, ഞാൻ ഭാഗവതം പഠിക്കണം.
അല്ലെങ്കിൽ പഠിച്ചത് പറയണു. അപ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് രാഷ്ട്രീയപരമായിട്ടോ സാമൂഹ്യപരമായിട്ടുള്ള ആൾക്കാരേനല്ല മാതൃകാ മോഡലാക്കേണ്ടത്. പിന്നെ ആരേനെയാണ്? പുരാണ പുരുഷന്മാരെ, ലോകോത്തര നിലവാരമുള്ള അല്ലേ സനാതനധർമ്മത്തിൻ്റെ അത്ര പഴക്കം ഈ ഭൂമണ്ഡലത്തിൽ ഒരു ശാസ്ത്രത്തിനുമില്ല. റോമൻ സാമ്രാജ്യം അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സംസ്കാരം, പിന്നെ എന്തൊക്കെ ഉണ്ട്, എനിക്ക് വായിൽ വരുന്നില്ല എന്ന്. അപ്പോൾ അതിനെയൊക്കെ പിന്തള്ളിക്കൊണ്ട് എന്നും ഊർജ്ജസ്വലതയോടുകൂടി ഇരിക്കുന്നതാണ് സനാതനധർമ്മം. അതുകൊണ്ടാണ് വെദർ വെസ്റ്റേൺ ഓർ ഈസ്റ്റ് ഓർ വെസ്റ്റ് ഫിലാന്ത്രോപ്പിസ്റ്റ് മെൻറ്റാലിറ്റിയിലുള്ള സായിപ്പന്മാർ അല്ലെങ്കിൽ അന്യദേശത്തെ ആൾക്കാർ കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ വന്ന് മഹർഷിമാരെ പോലെ ഋഷിതുല്യന്മാരെ പോലെ പാദരക്ഷയില്ലാതെ കണ്ട്, കള്ള് കുടിക്കാതെ കണ്ട്, പുകവലിക്കാതെ കണ്ട്, തല മൊട്ടയടിച്ച് കുടുംബ വെച്ചിട്ട് അവർ സംസ്കൃതം പഠിച്ചിട്ട് ഒറിജിനൽ ടെക്സ്റ്റ് സ്ക്രിപ്റ്റേഴ്സ് പഠിക്കുകയാണ്. നിങ്ങൾ കുറച്ച് മൊബൈലിൽ നോണ്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈസ്റ്റേൺ പ്രവിശ്യയിൽ ഹിമാലയ സാനുക്കളിൽ എത്രയോ ആശ്രമങ്ങളുണ്ട്. അവിടെയൊക്കെ വലിയ നിലയിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാർ, സയൻറ്റിസ്റ്റുമാർ, മുനികളായി, എന്താ മുനികൾ മിണ്ടാതെ കൊണ്ട് നാമം ചൊല്ലിക്കൊണ്ടിരിക്കുക. നമ്മൾക്ക് ആഷ്യയിലേക്ക് ചേക്കേറണം, കനഡയിലേക്ക് ഒരു വിസ കിട്ടിയാൽ തിരക്കേടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ UK നഴ്സായിട്ട് പോയ ഭർത്താവിനെ അങ്ങോട്ട് കൊണ്ടുപോവാം. നമ്മൾക്ക് ഇപ്പോഴും കാശ് സമ്പാദിക്കണം എന്നല്ലാതെ കണ്ട് ഭക്തി ഉണ്ടാവണം. ഭക്തിയുടെ മാധ്യമത്തിൽ കൂടെ ജനന മരണങ്ങളാകുന്ന കാലചക്ര പ്രവാഹത്തിൽ പെടാതെ കണ്ട് ക്രമമുക്തി, സായൂജ, സാമീപ്യ, സാലോക്യ, സാരൂപ്യാദികൾ വേണം, ധർമാർത്ഥ കാമ മോക്ഷം വേണം എന്നൊക്കെ എത്ര ആൾക്ക് പറയാൻ പറ്റും? അല്ലെങ്കിൽ എത്ര ആൾ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്? അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾ അപമര്യാദയായി പെരുമാറുന്നതും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സുസൈഡ് ചെയ്യുന്നതും മറ്റുള്ളവരുടെ ഒപ്പം ഒളിച്ചോടുന്നതും അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളിലുള്ള അനുശാസനങ്ങൾ പഠിക്കാതെ കൊണ്ടിരിക്കുന്നത്. അത്ര മതി. അപ്പോൾ മേൽപ്പറഞ്ഞ ഗുണയുക്തമായ തത്വം ഏതെന്നാൽ ശ്രീമദ് ഭാഗവത ശാസ്ത്രം തന്നെ സർവദോഷങ്ങളെ നശിപ്പിക്കും. ഭാഗവതം പഠിക്കാൻ തുടങ്ങിയാൽ സർവദോഷങ്ങളെ നശിപ്പിക്കും. ദോഷങ്ങളെ നശിപ്പിക്കാതെ കണ്ട് ഇല്ലേ ഗുണം വേണോ? അല്ല, ഒരു വ്യക്തി, ഒരു രാജാവ് 1000 പതിനായിരക്കണക്കിന് പശുക്കളെ ദാനം ചെയ്യാണ്. ആ പശുക്കളെ ദാനം ചെയ്യുമ്പോൾ ദാനം കൊടുത്തതിൽ നിന്ന് ഒരു പശു ഈ രാജാവിനോടുള്ള പ്രീതി കാരണം കൊടുക്കാനുള്ള പശുക്കളിൽ പിന്നെയും വന്ന് പെട്ടു. പശുക്കളെ വളർത്തിയിട്ടുള്ളവർക്കറിയാം, പശുക്കൾ മറ്റുള്ളവരുടെ പാടത്തോ പറമ്പിലോ പോയാൽ പണ്ടത്തെ കാലത്ത് ആലയിൽ കിട്ടുക പറഞ്ഞിട്ടൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഒരു 60 years ബാക്ക് ആലയിൽ. പിന്നെ ആലയിൽ അഴിച്ചു കൊണ്ടിട്ടുണ്ടെങ്കിൽ 4 അണ ഫൈൻ കൊടുക്കണം. വില്ലേജ് ഓഫീസിൽ മേനോൻ, അധികാരി, കോൽക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാലത്ത്. അന്നത്തെ കാലത്ത് ഫൈൻ കൊടുക്കണം. ചില പശുക്കളെ വിറ്റാൽ, കാശ് വാങ്ങിയാൽ, അറക്കാൻ കൊടുത്താലും തലി ഊരി സ്വന്തം മുതലാളിയുടെ തൊഴുത്തിൽ വന്ന് നിൽക്കും. കെട്ടിട്ടാലും ശരി, കെട്ടിട്ടില്ലെങ്കിലും ശരി. പശുക്കളേനെ കാമധേനു എന്ന് ശാസ്ത്രപ്രകാരം സനാതന ധർമ്മത്തിൽ പറയണു. കാമിക്കണതൊക്കെ തരും എന്ന് പറഞ്ഞാൽ പാല് തരും. പാല് തന്നാൽ അതിനെ തൈരാക്കാം, തൈരിൽ നിന്ന് വെണ്ണ എടുക്കാം, വെണ്ണയിൽ നിന്ന് നെയ്യെടുക്കാം. ക്ഷേത്രങ്ങളിൽ യാഗങ്ങൾക്ക്, യജ്ഞങ്ങൾക്ക്, ഹോമത്തിനൊക്കെ ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ വേണം. ഒരു ഗണപതി ഹോമം നടക്കണമെങ്കിൽ ഒരു നെല്ലിക്കയുടെ അത്ര ചാണകം കരുതണമെന്ന് ശാസ്ത്രം പറയണു. ഇന്ന് ചാണകം
കരുതുന്ന ആൾക്കാർ എത്രയുണ്ട്? അല്ലെങ്കിൽ ചാണകം വേണമെന്ന് നിർബന്ധിക്കുന്ന പൂജാരിമാരെത്രയുണ്ട്? എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന പൂജാ പദ്ധതികൾ, വഴിപാടുകൾ അർത്ഥവത്തല്ലാണ്ടാവണത്, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഫലം കിട്ടാതെണ്ടിരിക്കണത്? ഇതൊക്കെ ചോദ്യമുണ്ട്, ചോദ്യത്തിന് ഉത്തരവുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു, ദോഷങ്ങളെ നശിപ്പിക്കുകയും സർവ്വസിദ്ധികളെ സാധിപ്പിക്കുകയും. സർവ്വസിദ്ധികളെ സാധിപ്പിക്കും, പക്ഷെ സിദ്ധികളിൽ അഹങ്കാരം കൊള്ളാൻ പാടില്ല. അറിവ് കൂടുന്തോറും നമ്മൾ വിനയാന്വിതന്മാരായിരിക്കണം, ഭഗവാനോട് കടപ്പെട്ടവരായിരിക്കണം. ഭഗവാന്റെ നാമധേയങ്ങൾ പറഞ്ഞ് ഭസ്മം ഇടാം, ചരട് ജപിച്ചു കൊടുക്കാം, പക്ഷേ അതിന് കാശ് വാങ്ങി കള്ളു കുടിക്കരുത്, അല്ലെങ്കിൽ ചരസ് കഴിക്കരുത്, അല്ലെങ്കിൽ ലൗകിക ജീവിതം നയിക്കരുത്. ഐ ആം സോ സ്ട്രേറ്റ് ഫോർവേഡാണ് ഞാൻ പറയുന്നത് പറയും, ആരെയും വിഷമിപ്പിക്കാനല്ല. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ? സർവസിദ്ധികളെ സാധിപ്പിക്കുകയും ചെയ്യുവാൻ സമർത്ഥമായ തത്വശാസ്ത്രമാകുന്നു ശ്രീമദ് ഭാഗവതം. തത്വശാസ്ത്രമാണ്, കഥയല്ല. എന്നാലോ ഇതിനെ എന്തിനു വേണ്ടി പറഞ്ഞിരിക്കുന്നുവെന്നാൽ, ഈ ശാസ്ത്രത്തിന് എന്തിനു വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്? കലിയുഗത്തിലുള്ള ജനങ്ങൾക്ക് കാലസ്വരൂപമായ സർപ്പത്തിൻ്റെ മുഖാന്തർഭാഗത്തിൽ പ്രവേശിക്കേണ്ടി വരുന്നതിനാലുണ്ടാകുന്ന ദുഃഖത്തെ നശിപ്പിക്കാൻ. കലികാലം ലക്ഷോപലക്ഷം വർഷങ്ങൾ കൂടിയതല്ലേ. അപ്പോൾ ഒരാൾ നിങ്ങൾ തന്നെ എൻ്റെ ഭർത്താവണം 7 ജന്മം, എന്തോ നല്ല കാലം 7 ജന്മെന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ 7 ജന്മെന്ന് പറഞ്ഞാൽ ഒരു 60 വയസ്സ് മുതൽ 90 വയസ്സ് വരെ അല്ലേ, ഞാൻ കുറച്ച് ഇത് തന്നു, ലെങ്തി സ്പാൻ തന്നു എന്ന് മാത്രം. എത്ര പ്രാവശ്യം നമ്മൾ ജനിക്കണം? അപ്പോൾ ഈ കലിയാകുന്ന സർപ്പം, കാലമാകുന്ന സർപ്പത്തിൻ്റെ മുഖത്തിൽ പെടുക, അമ്മയുടെ യോനിയിൽ നിന്ന് എന്താണ് പറയുക, യോനീരന്ധ്രം പൊട്ടി നമ്മൾ ജനിക്കുക, അല്ലെങ്കിൽ സിസേറിയൻ ചെയ്ത് നമ്മളെ എടുക്കുക. ഈ ജനനം പുനരഭിമരണം അത്ര സ്വാദുള്ളതാണോ അല്ലാന്ന് ശാസ്ത്രം പറയണോ? പിന്നെന്തിനാണ് നമ്മളതിനെ കാമിക്കണത്? 7 ജന്മം 70 ജന്മം. അപ്പോൾ പാഴ്വാക്കുകൾ പറയാതെ കണ്ടിരിക്കുക. സ്നേഹത്തിൽ പൊതിഞ്ഞിട്ട് പാഴ്വാക്കുകൾ പറയാതെ കണ്ടിരിക്കുക. സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ഭഗവാനോടാണ്. പ്രേമം എക്സ്പ്രസ് ചെയ്യേണ്ടത് കള്ളു കുടിച്ച് വരുന്ന ഭർത്താവിനോട് പ്രേമം പറഞ്ഞിട്ട് കാര്യമില്ല. വെട്ടാൻ വരുന്ന പോത്തിനോട് ശാസ്ത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ അടി തന്നെ വേണം. എന്തിനാണ് ഭഗവാൻ ചതുർബാഹുവായിട്ട് ശംഖ് ഗദ പത്മം ചക്രം അല്ലേ, ശംഖ് ചക്ര ഗദാ പത്മധാരിയായിട്ടിരിക്കുന്നത്? ശംഖ് വിളിക്കാന്ന് പറഞ്ഞാൽ പ്രണവം, ഓങ്കാരം. എല്ലാവരേയും ഉണരൂ ഉണരൂ, പ്രവർത്തിക്കൂ, ഉത്തിഷ്ഠത, ജാഗ്രത. ഉറക്കം തൂങ്ങരുത്, ജാഗ്രതയല്ല ഇരിക്കൂ. എന്നിട്ട് നിങ്ങൾ കലിസന്ധരണ ഉപനിഷത്തായിരിക്കുന്ന ഹരേരാമം ജപിക്കൂ, നിങ്ങളുടെ വൈഭോഗങ്ങൾ ഞാൻ നടത്തിത്തരാമെന്ന് പറയണു. നമ്മൾക്ക് അതിൽ വിശ്വാസമില്ല. അപ്പോൾ ഇവിടെ എല്ലാം കഥകളിലേക്ക് പോയാൽ സമയം ഇല്ല. ഇന്ന് തന്നെ ഇപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ ഒരു ശ്ലോകമാണ്, വേഗം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കാലപ്രവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ക്രമമുക്തിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, കാലസ്വരൂപമായ സർപ്പത്തിൻ്റെ മുഖാന്തർഭാഗത്തിൽ പ്രവേശിക്കേണ്ടി വരുന്നതിനാലുണ്ടാകുന്ന ദുഃഖത്തെ നിശ്ചയമായും നശിപ്പിച്ച് അമൃതത്വത്തെ പ്രദാനം ചെയ്യുക. അമൃതത്വം എന്ന് പറഞ്ഞാൽ എന്താ? മരണം സംഭവിക്കാതെകൊണ്ടിരിക്കാനുള്ള മഹാസിദ്ധൌഷധമാണ് ഭാഗവതം. അപ്പോൾ അമൃതത്വത്തെ പ്രദാനം ചെയ്യുവാൻ വേണ്ടി ശ്രീ ശുകമുനിയാൽ കീർത്തിക്കപ്പെട്ട സർവവേദാന്ത സാര സിദ്ധാന്തമാകുന്ന ആ ശ്രീമദ് ഭാഗവതം പറഞ്ഞു തരാം. ഇപ്പം എന്താ പറഞ്ഞത്? സർവവേദാന്ത, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ സരസമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പല 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 കഥാപാത്രങ്ങളെ സാക്ഷിയാക്കിയിട്ട്.
സർവ വേദാന്തസാര സിദ്ധാന്തമാകുന്ന ശ്രീമദ് ഭാഗവതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ചെലവാക്കുന്ന സമയം നഷ്ടാവില്ല, നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കഷ്ടി 55 മിനിറ്റായി 1 മണിക്കൂർ നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. ദുരിതപൂർണമായ അവസ്ഥയിൽ ഏകാന്തത അനുഭവിക്കാൻ സാധിക്കണം. എന്താ ഏകാന്തത എന്ന് പറഞ്ഞാൽ? ആരുടെയും ശല്യമില്ലാതെ കണ്ട് അവരവരുടെ വീട്ടിലിരുന്ന് ഭക്തിസാന്ദ്രമായ അവസ്ഥയിൽ ഭാഗവതം വായിക്കാനും ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കാനും. ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കുമ്പോൾ ചിലപ്പോൾ ശരീരമൊക്കെ ഒന്ന് ഇളകിയെന്ന് വരും. ചിലപ്പോൾ നല്ല നല്ല സ്റ്റെപ്സൊക്കെ വെക്കണം തോന്നും. ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് വേണ്ട. എന്തൊക്കെ നാമങ്ങളുണ്ടോ അതൊക്കെ ഉച്ചരിക്കുമ്പോൾ കണ്ണാടി നോക്കി ജപിക്കുക, കണ്ണാടി നോക്കി ആനന്ദിക്കുക, അല്ലേ? അങ്ങനെയാകുമ്പോൾ കൈകാല് വേദന, മുട്ടുംകാലിൽ വേദന, സന്ധിവേദന, ഹൃദയവേദന, അതാണ് ഇന്നത്തെ കാലത്ത് ഒരാളും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഭാഗവതമല്ലാതെ കണ്ട ഹൃദയവേദനയ്ക്ക് സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് ദുഷിച്ച വാക്കുകൾ കേട്ടു വിചാരിച്ചിട്ട് നമ്മളെന്തിനാണ് ദുഃഖിക്കണത്? അതൊക്കെ തഥാതൻ തഥാസ്തു പറയുന്ന ആൾക്കുള്ളതാണ്. എന്നെ ആരെന്ത് പറഞ്ഞാലും നന്മ പറഞ്ഞാലും മറ്റുള്ളവർക്കാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ പറയൂ, തഥാതൻ പറയും, തഥാസ്തു, അപ്പോൾ നമുക്ക് നന്മ ഉണ്ടാവും. അപ്പോൾ ഇതൊരു സയൻസാണ്, ഇതൊരു പ്രൂവൺ ട്രാക്ക് ഓഫ് പ്രൂവൺ ട്രാക്ക് ഓഫ് ഭക്തിയാണ്. ഇത് സ്വീകരിച്ചവരാരും നശിച്ചിട്ടില്ല. പൂന്താനം നശിച്ചിട്ടില്ല. പൂന്താനം ഇന്നും അവിസ്മരണീയനായിട്ട് നാരായണ ഭട്ടതിരി തുഞ്ചത്തെഴുത്തച്ഛനെ വിവരദോഷികൾ കള്ളുകൂടിയനാണ് എന്ന് പറഞ്ഞ് ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഉച്ചരിക്കുന്ന ഈ നാരായണീയ കർത്താവായിരുന്ന ഈ നാരായണ ഭട്ടതിരി ഗുരുതുല്യനായിട്ടാണ് തുഞ്ചത്തെഴുത്തച്ഛനെ മാനിച്ചിരുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? തുഞ്ചത്തെഴുത്തച്ഛനോടാണ് ചോദിച്ചത് ഞാൻ എവിടുന്ന തുടങ്ങേണ്ടത് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മത്സ്യം തൊട്ട് തുടങ്ങിക്കോളൂ എന്ന്. അതായത് മത്സ്യാവതാരം മുതൽക്ക് തുടങ്ങിക്കോളൂ എന്നാണ് പറഞ്ഞത്. അല്ലാതെ മത്സ്യം തൊട്ട് കഴിക്കാനല്ല നമ്പൂരിയോട് പറഞ്ഞത്. ഇങ്ങനെയിരിക്കുന്നതായ സാന്ദർഭികങ്ങളായ കഥകൾ അല്ലെങ്കിൽ ഇൻസിഡൻസ് നിങ്ങളുടെ മുമ്പിൽ എന്താണെന്നാ പറയാൻ വാക്കുകളില്ല. ഇങ്ങനൊരു സംഭാഷണ പരമ്പര വേണ്ടി വന്നുല്ലോ. അതിനാരാ കാരണം? ഈശ്വരൻ. ഞാൻ അത്രേ പറയുള്ളൂ. നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനാണ് ഇതിനൊക്കെ കാരണം. അതുകൊണ്ട് ആ ഈശ്വരൻ്റെ അനുഗ്രഹാശസ്സുകൾ ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണു. അടുത്ത എപ്പിസോഡിൽ നമ്മൾക്ക് 11ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. അത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ശ്ലോകം ഏതസ്മാദപരം കിഞ്ചിൻ മനഃശുദ്ധൈന വിദ്യതേ ജന്മാന്തരേ ഭവേൽ പുണ്യം തഥാ ഭാഗവതം ലഭേത്. നാളെ പറയാം. നമസ്കാരം.